ഇന്ന് മലപ്പുറത്ത് ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കില്ല എന്ന റിപ്പോർട്ടുകൾ. മുനമ്പം വിഷയത്തിൽ അന്തിമ തീരുമാനം സർക്കാർ നിയോഗിച്ച കമ്മീഷന്റേത്. പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനമെടുക്കേണ്ടത് സർക്കാർ നിയോഗിച്ച കമ്മീഷനാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വഖഫ് ഭൂമിയുടെ പേരിൽ ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതിനോട് യോജിക്കാനാകില്ല എന്നും സാദിഖ് അലി തങ്ങൾ ആവശ്യപ്പെട്ടു. സമസ്തയിലെ തർക്കത്തിന് സമവായം ഉണ്ടാക്കാൻ വിളിച്ച യോഗത്തിൽ ലീഗ് വിരുദ്ധർ പങ്കെടുത്തില്ല എന്നുള്ള സൂചനയുമുണ്ട്. സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ സമാന്തര സംഘടന ഉണ്ടാക്കിയത് അച്ചടക്ക ലംഘനമാണെന്നാണ് ലീഗ് വിരുദ്ധരുടെ വാദം. 11-ന് ചേരുന്ന സമസ്ത മുഷാവറയിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഇത് ഒഴിവാക്കാനാണ് തിരക്കിട്ട ചർച്ചയെന്നാണ് ഇവർ പറയുന്നത്. ആദർശ സംരക്ഷണ സമിതി പിരിച്ചുവിട്ട സമസ്ത നേതാക്കൾ എന്ന നിലയിൽ ചർച്ചയ്ക്ക് എത്തണമെന്നും ലീഗ് വിരുദ്ധ പക്ഷം പറയുന്നുണ്ട്. അതിനിടെ ലീഗ് അനുകൂലികൾ പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പാണക്കാട് നടന്ന ചർച്ചയിൽ പുത്തനഴി മൊയ്തീൻ ഫൈസി, അബ്ദുൽ മസ്ദ് പൂക്കോട്ട്, നാസർ ഫൈസി കൂടത്തായി, യു ഷാഫി ഹാജി തുടങ്ങിയവർ പാണക്കാട് എത്തിയിരുന്നു. സമവായ ചർച്ച ഇന്ന് തന്നെ നടക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖ് അലി തങ്ങളും പറഞ്ഞിരുന്നു. ചർച്ച ഉണ്ടാവുമെന്ന് തന്നെയാണ് ജിഫ്രി തങ്ങൾ അറിയിച്ചത് എന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ലീഗ് അല്ല യോഗം വിളിച്ചത്, സമസ്ത നേതൃത്വം കൂടി ഇടപെട്ടാണ് യോഗം വിളിച്ചത്. ഏത് സംഘടനയായാലും നേതൃത്വം വിളിച്ച യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ധിക്കാരമാണെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3-ന് മലപ്പുറത്താണ് സമവായ ചർച്ച നടക്കുന്നത്. മുനമ്പം വിഷയത്തിൽ ലീഗ് നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്നും സാദിഖ് അലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. മുനമ്പം വഖഫ് ഭൂമിയല്ല എന്നും ആരും പറഞ്ഞിട്ടില്ല. അവിടെയുള്ള താമസക്കാരെ കുടിയൊഴിപ്പിക്കരുത് എന്നാണ് ലീഗിന്റെ നിലപാട്. മുനമ്പം വിഷയം വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് മുസ്ലിം സംഘടനകൾ യോഗം ചേർന്ന് നിലപാട് വ്യക്തമാക്കിയത്. അതിൽ മാറ്റമില്ല എന്ന് നേതാക്കൾ പറഞ്ഞു. അതേസമയം സമസ്തയിൽ തുടരുന്ന വിഭാഗീയതയിൽ സമവായ ചർച്ചകളുമായിട്ട് ഇന്ന് നിർണായക യോഗമായിരിക്കും നടക്കുക. സംസ്ഥയിലെ ലീഗ് അനുകൂല വിരുദ്ധ ചേരികളുടെ പരസ്യപ്പോര് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന ലീഗ് നേതാക്കൾ ഇന്ന് യോഗം വിളിച്ച് ചേർത്തിട്ടുള്ളത്. എന്നാൽ യോഗത്തിൽ മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കില്ല എന്നുള്ള സൂചന നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. മലപ്പുറത്താണ് ഇന്ന് യോഗം ചേരാനിരിക്കുന്നത്. മുഷാവറ യോഗത്തിന് മുമ്പുള്ള സമവായ ചർച്ച പ്രഹസനമെന്ന് ഈ വിഭാഗം നിലപാടെടുത്തതായിട്ടാണ് വിവരം. സമാന്തര കമ്മിറ്റി ഉണ്ടാക്കിയവർക്കെതിരെ മുഷാവറ യോഗത്തിൽ കടുത്ത നടപടിയാണ് വേണ്ടത് എന്നും ലീഗ് വിരുദ്ധ പക്ഷം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം എതിർപ്പുകളെ അവഗണിച്ച് ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ലീഗ് അനുകൂലികളുടെ നിലപാട്. സംസ്ഥയിലെയും ലീഗിലെയും മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇരു വിഭാഗങ്ങളെയും ഒരുമിച്ചിരുത്തി ചർച്ച നടത്താനായിരുന്നു തീരുമാനം. ഉമർ ഫൈസി, സമസ്ത പോഷക സംഘടനാ ഭാരവാഹികൾ ഒരു വിഭാഗം നേതാക്കളുടെയും പരസ്യ പ്രസ്താവനകൾ, ലീഗ് നേതാക്കളായിട്ടുള്ള PMA സലാം, KM ഷാജി എന്നിവരുടെ പ്രതികരണങ്ങൾ തർക്കം രൂക്ഷമാക്കിയ CIC വിഷയവും സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും പരിഹാരം കണ്ടെത്തുകയാണ് സമവായ ചർച്ചയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്.